നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇനിയിപ്പോ തിയേറ്റേഴ്സിലേക്ക് ഏറ്റവും പുതിയതായിട്ട് മലയാളത്തിൽ ഇറങ്ങാനിരിക്കുന്ന സിനിമയാണ് ഇത്തിരി നേരം. ഇത്തിരി നേരത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജിയോ ചേട്ടനുണ്ട്, റോഷൻ ചേട്ടനുണ്ട്, സറിൻ ഉണ്ട് ആൻഡ് ആനന്ദനുണ്ട്. ഹലോ, വെൽക്കം. ഇതിന്റെ ചേച്ചിന്ന് വിളിക്കാൻ ചേച്ചിന്ന് വിളിക്കണ്ട, അല്ല, റോഷൻ ചേട്ടന് എന്താ അറിയോ, നമ്മളൊക്കെ ടീനേജിലെ ക്രഷ് ആയിരുന്നു റോഷൻ ചേട്ടൻ. അപ്പൊ അന്ന് തൊട്ടേ കണ്ടു ചേട്ടൻ ആവശ്യമില്ലായിരുന്നു. എന്നാ റോഷൻ വിളിക്കാൻ ഓക്കെ, ഞാൻ ഇത്തിരി ബഹുമാനം കൊടുക്കണമല്ലോ ഇത് വിചാരിച്ചിട്ട് ചേട്ടൻ ചേർത്താണ്. ബഹുമാനൊന്നും വേണ്ട, ഇനിയിപ്പൊ ചേട്ടാൻ തന്നെ വിളിച്ചു. അതല്ല, ആദ്യത്തെ ആൻസറിൽ തന്നെ തുടക്കത്തില് ഞാൻ ഒരു ക്ലീൻ പറയാം, എല്ലാ പെൺകുട്ടികളുടെയും ക്രഷ്. അവിടെ റോഷൻ ചേട്ടൻ ഹാപ്പി ആയി. അതാണ് ഈ കണ്ടത്. നമുക്കൊക്കെ വിഷമമുണ്ടല്ലോ, നമുക്കൊന്നും ആരും ക്രഷ് ഒന്നും ഇല്ലല്ലോ. ആദ്യം ഹാപ്പി അബൌട്ട് ഇറ്റ് അല്ലേ? എന്നോട് എപ്പോഴും ഇന്നാളും കൂടെ അടുത്ത എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് പറഞ്ഞത്, കല്യാണം കഴിക്കുകയാണെങ്കിൽ റോഷൻ മാത്യുവിനെ പോലെ ഇരിക്കുന്ന ഒരു യുവാവിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാം. രക്തത്തിൽ എഴുതിയ കത്തൊക്കെ കിട്ടാറുണ്ടോ? ഈ ഇത്തിരി നേരത്തിന്റെ ടീസർ ഞാൻ കണ്ടു. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതിന്റെ പുറകിൽ ഇതിന്റെ പോസ്റ്റേഴ്സ് കാണാം. അതിലെ ടാഗ് ലൈൻ ആണ് എനിക്ക് ഭയങ്കര ഹുക്കായിട്ട് തോന്നിയത്, ഫസ്റ്റ് ലവ് ഗെറ്റ്സ് എ സെക്കൻഡ് ചാൻസ് എന്നുള്ളത്. അപ്പം അത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഈവൻ ദോ ഫിലിംസിൽ ഇതിനു മുമ്പ് ഫസ്റ്റ് ലവ് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയേറെ അവർക്ക് അടുത്തിടപഴകാനോ അത് സക്സസ് ആകുമോ എന്നുള്ളത് സിനിമ കണ്ട് നമ്മൾ അറിയണം അല്ലെ. അതൊരു ഫ്രഷ് തിങ് ആയിട്ട് നമുക്ക് തോന്നുന്നു. അതന്നെ, ഫസ്റ്റ് ലവ് ഗെറ്റ് സെക്കൻഡ് ചാൻസ്. അതാണ് ഈ സിനിമയുടെ കഥ. സിനിമയുടെ കഥ നമ്മൾ പോസ്റ്റർ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അത് പോകുന്നത്, അതൊരു രസകരമായ ടച്ചിങ് ആയിട്ടുള്ള ഒരു ട്രാവലാണ് ഈ സിനിമ. അപ്പോൾ അതിൻ്റെ രസകരവും അതിൻ്റെ ഈ പറയുന്ന അതിൻ്റെ ഇമോഷണൽ സൈഡും ഒക്കെയാണ് ഈ സിനിമയുടെ ഒരു ഭാഗമാകാം എന്ന് ഞാനൊക്കെ ഡിസിഷൻ എടുക്കാൻ ഒരു കാരണം ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേ അറിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലായതുകൊണ്ടാണ് ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നത്, അതിൻ്റെ അകത്ത് കൂടാം. അപ്പോൾ ഒരു സന്തോഷം, ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമായല്ലോ. രസമായിട്ട് വന്നിട്ടുണ്ട് സിനിമ. ഞാൻ ആക്ച്വലി ചോദിക്കാനിരുന്ന അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരവാണ് ജിയോ ചേട്ടൻ ഇപ്പൊ പറഞ്ഞത്. ലൈക്ക് ഇതിന്റെ ടീസർ കാണുമ്പോൾ പ്രേക്ഷകർക്ക് നമുക്കിപ്പം നിങ്ങൾ 3 പേരുണ്ട്, വളരെ എക്സ്യൂബറന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. ഒപ്പം തന്നെ ജിയോ ചേട്ടന്റെ പേരും കൂടെ കാണുമ്പോൾ ഭയങ്കര ഒരു പ്രോമിസിങ് ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്, ജിയോ ബേബി പ്രസൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുമ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കഥ തന്നെയാണ് ഇതിന്റെ ഭാഗമാകാനായിട്ട് ചേട്ടന് ഏറ്റവും വലിയൊരു പ്രചോദനമായത് അല്ലേ? ഓൾറൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് 3 പേർക്കും ഈ ഒരു സിനിമയുടെ പാർട്ടാകാനായിട്ടുള്ള റീസൺ എന്തായിരുന്നു? ഈ ഒരു കഥയാണോ അതോ ജിയോ ചേട്ടനായിരുന്നോ? വാട്ട് വാസ് ഇറ്റ്? എന്നെ ആദ്യം വിളിക്കുന്നത് ജിയോ ചേട്ടനാ. അപ്പൊ അങ്ങനെ ചുമ്മാ എന്തെങ്കിലും ഒരു പരിപാടി റാൻഡം ഒരു സാധനം ആയിട്ട് ജിയോ ചേട്ടൻ വിളിക്കില്ല എന്നുള്ളത് അറിയാമായിരുന്നു. എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം അതിലുണ്ടായിരിക്കും. പിന്നെ വിജയചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു തന്നെ, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നീ കേട്ടിട്ട് പറ എന്താന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഫുൾ ഫ്രീഡവും ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി തന്നെ ഇതിൻ്റെ ഡയറക്ടർ പ്രശാന്തും റൈറ്റർ വിശാഖ് ശക്തിയുമായിട്ടൊരു ഓൺലൈൻ കോളിലാണ് ആദ്യം ഇത് ഡിസ്കസ് ചെയ്യുന്നത്. അത് സൂമിൽ ഇങ്ങനെ സംസാരിച്ച് ചെറിയൊരു നറേഷനൊക്കെ അവർ തന്നു. അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അതിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ തന്നെയാണോ അവർ ഉദ്ദേശിച്ചത് എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ അവരോട് രണ്ടാമതൊരു കോളിൽ സംസാരിച്ചു. ഇതൊക്കെ തന്നെയല്ലേ? അപ്പോൾ അവരിങ്ങനെ ഇതൊക്കെ തന്നെയാണ് പരിപാടി, എന്ത് തോന്നി? പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ജിയോചേട്ടൻ സജസ്റ്റ് ചെയ്ത് ഡയറക്ടറുടെ ഇതിന് മുമ്പത്തെ സിനിമയൊന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു. അതിശയങ്ങളുടെ വേനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ ചെറിയൊരു ഒരു ഇൻഡിപെൻഡന്റ് ഫിലിമാണ്. പറ്റുന്നത്രയും ചെറിയ രീതിയിൽ ഒരു സിനിമ ചെയ്തെടുത്തിരിക്കുകയാണ്, പക്ഷെ ബ്യൂട്ടിഫുൾ ഫിലിം. അപ്പോൾ അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇമ്മീഡിയറ്റ്ലി ഇതിൽ ചേരണമെന്ന് തോന്നി. ആനന്ദിന്റെ പേര് ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ക്യാരക്ടർ ഇന്ന ആക്ടർ ആയിരിക്കും എന്നുള്ളത്. നന്ദുചേട്ടൻ പിന്നീടാണ് വരുന്നത്. സറിന് പകരം അന്ന് വേറൊരു ആക്ടറിനായിരുന്നു ആദ്യം സജസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ സിനിമയ്ക്ക് കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായി. നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇവൻച്വലി ഷൂട്ട് ചെയ്യുന്നത്. അതിനിടയിൽ പ്രശാന്ത് ആട്ടം കണ്ടു. അപ്പം ആട്ടത്തിൽ സറിനെ കണ്ടു. അങ്ങനെ സറിനെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ്. ലൈക്ക് ആട്ടം ആ സമയത്ത് കണ്ടിട്ടില്ലായിരുന്നെങ്കിലും സറിൻ ഭയങ്കര അടിപൊളി ആക്ടറാണെന്നുള്ളത് എനിക്കറിയായിരുന്നു. തിയേറ്ററിൽ വെച്ചിട്ടുള്ള ആ ഒരു പരിചയമാണ്. ഒരേ സമയത്ത് ചെന്നൈയിലൊക്കെ ആയിട്ട് നാടകങ്ങൾ ചെയ്ത് കാണുന്ന ഒരു പരിചയമുണ്ട്. ഒരു വർക്ക്ഷോപ്പിനൊക്കെ ഒരുമിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ
അറിയുന്നതാണ്. ആയിട്ട് പിന്നെ ഇതിൽ കയറി എല്ലാം പോസിറ്റീവ്സ് ആയിട്ട് തോന്നി. അപ്പൊ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ. ആട്ടം ഞാൻ കണ്ടൊരു ഫിലിമാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഞാൻ ഓഫ് സ്ക്രീൻ സറിനെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പൊ നേരത്തെ റോഷനേട്ടൻ തന്നെ പറഞ്ഞു അതാണ് ഒരു വൺ ഓഫ് ദ റീസൺ. ഇപ്പം ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സ് ഒക്കെ നേടിയിട്ടുള്ള ഒരു നായിക എന്നുള്ള രീതിയിൽ ഇനിയിപ്പം സിനിമകൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളൊരു ഫീലിംഗ് ഉള്ളിൽ തോന്നാറുണ്ടോ? ആ ഫീലിങ്ങിന്റെ പുറകെ ഞാൻ കൂടുതലും പോവാറില്ല. എനിക്ക് എക്സൈറ്റിങ്ങും എന്റെ ക്യൂരിയോസിറ്റി കൊളുത്തുന്ന സാധനങ്ങളിലേക്കാണ് ഞാൻ കൂടുതലും മൂവ് ചെയ്യുന്നത്. അതൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് വെച്ചാൽ അതെപ്പോഴും അതുപോലത്തെ സിനിമകൾ നമ്മുടെ വഴി വരണമെന്നൊരു ഗ്യാരണ്ടി ഇല്ലല്ലോ. അതെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെ. പിന്നെ നല്ല കഥകളും പിന്നെ നല്ല ടീമും ആയിരുന്നു. പ്രശാന്തിനോട് ഡയറക്ടറിനോട് സംസാരിച്ചപ്പോഴും അതിന്റെ ഒരു ഓൾമോസ്റ്റ് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ വാസ് ഇറ്റ് ദ ടീം ഓർ ദ ക്യാരക്ടർ എന്തായിരുന്നു ക്യൂരിയസ് ആയിട്ട് തോന്നിയത്? കഥയും പിന്നെ ടീമും. ആദ്യം ഓഫ് കോഴ്സ് നമ്മൾ ഹുക്ക് ചെയ്യേണ്ടത് സ്റ്റോറി തന്നെയാണ്. പിന്നെ സ്ക്രീൻ പ്ലേ വായിച്ചപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഓൾറൈറ്റ്. ആനന്ദേട്ടാ, ഗംഭീര പരിപാടിയാണെന്ന് പറയുന്നല്ലോ. ആദ്യമേ പ്ലേസ് അല്ലേ, നായകൻ നായികയൊക്കെ ഫിക്സ് ആവുന്നതിന് മുമ്പേ മുമ്പേ പ്ലേസ് ചെയ്യപ്പെട്ട കഥാപാത്രമാണ് ആനന്ദ് മന്മഥന്റേത് എന്നെനിക്ക് തോന്നുന്നു. അപ്പം എന്താണ് ഇത്ര അടിപൊളിയായിട്ടുള്ള ക്യാരക്ടർ? ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമായിട്ട് ഇപ്പം പ്രശാന്തേട്ടൻ തന്നെ എൻ്റെ പറഞ്ഞിട്ടുണ്ട്, ഈ ക്യാരക്ടറിന് മാത്രമേ എന്നെ ഓഡിഷൻ ചെയ്തായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും വലിയ കുറച്ച് പൊക്കവും സൈസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ റോഷൻ എൻ്റെ ബോസാണ്. അപ്പോൾ റോഷൻ്റെ താഴെ നിൽക്കുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ പുള്ളി ആങ്കറാണ്, ഞാൻ ക്യാമറാമാൻ എഡിറ്ററൊക്കെയാണ്. അപ്പോൾ ആ ഒരു വിധേയത്വം ഉണ്ടാവുമോ എന്നുള്ള, കാരണം എൻ്റെ ഈ പ്രേമം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഓഡീഷനൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അത് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ വിനയം ഉള്ളതുകൊണ്ട് അത് ഓക്കെ ആയി, അതങ്ങനെ ഓക്കെ ആയി പോയി. പിന്നെ അല്ലെ തന്നെ ലൈഫിൽ എന്നോടൊരു ബഹുമാനമൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. അതെ അതെ അതെ, ബഹുമാനം കൂടുതലുണ്ടെങ്കിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഓക്കെ ആയി പോയി. അപ്പോൾ അങ്ങനെ ആണ് ഇതിൻ്റെ അതോട് വന്നത്. പിന്നെ എനിക്ക് ഇവരിൽ ഇപ്പം പ്രശാന്തേട്ടനാണെങ്കിൽ ഈ കഥയെ പറ്റി പറയുമ്പോൾ തന്നെ ഇങ്ങനെ നമുക്ക് മനസ്സിലാവും ആ എക്സൈറ്റ്മെന്റും ആ പുള്ളി പറയുന്നതിൻ്റെ ഒരു ഇതും ഒക്കെ നമുക്കത് കിട്ടും. പുള്ളി അത്രയും ജെന്യൂൻ ആയിട്ടാണ്, അത്രയും ഇതിലായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള ആ കഥ പറയുമ്പോഴുള്ള ഫീലൊക്കെ കിട്ടും. അപ്പോൾ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ചഞ്ചൽ എന്നുള്ള ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് എല്ലാവർക്കും കണ്ടിട്ടുള്ള ക്യാരക്ടർ. കാരണം നമ്മളെല്ലാവരുടെ കൂട്ടത്തിലും ഇപ്പം വർക്ക് ചെയ്യുന്നതിലും കൂട്ടുകാരിലായാലും കണ്ടിട്ടുണ്ടാവും മറ്റൊരാളുടെ ലൈഫിൽ ചകഞ്ഞൊക്കെ കഥകളൊക്കെ കണ്ടെത്തി കുറച്ച് കൂടുതലുള്ള എന്നാ കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉള്ള, കുറച്ച് ചൊറിയേണ്ട കറക്റ്റ് സമയത്ത് എത്തുമ്പോൾ നമുക്ക് കാത്തിരിക്കുമല്ലോ ഒരു അടി കൊടുക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പൊ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ക്യാരക്ടർ. അതെ, എന്റെ ക്യാരക്ടർ അല്ല, ഞാൻ പറഞ്ഞ നമ്മൾ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റിയുണ്ട്. ആദ്യമേ തന്നെ ആനന്ദേട്ടനെ അപ്പൊ അതിൽ കാസ്റ്റ് ചെയ്യാൻ കാരണം എന്താണ്? എന്താകുമോ എന്തോ എനിക്ക് അങ്ങനെയുള്ള ക്യാരക്ടർ ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് അവർക്ക് തോന്നിയോണ്ടാണ്, അല്ലാതെ ഞാൻ അങ്ങനെ ആവണ്ടല്ല. എന്തായാലും ഇന്നത്തെ ടീഷർട്ട് കൊള്ളാട്ടോ. ഇവരെല്ലാവരും വളരെ നോർമൽ ആയിട്ടുള്ള ഡ്രസ് ഇട്ട് വന്നപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടാണ് ആനന്ദേട്ടൻ ഏകദേശം സിനിമയിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. ആ മൂഡ് പിടിച്ചാണ് ഇന്റർവ്യൂവിന് വന്നത്. എന്റെ ഒറ്റ ആഗ്രഹമുള്ളൂ, ഇത് കാണുന്നവര് പറ്റുമെങ്കിൽ പോസ് ചെയ്തതൊക്കെ വായിക്കണം. രസമായിരിക്കും. This must be nuts. കൊള്ളാം, അടിപൊളി. അപ്പം എന്തായാലും സിനിമ തിയേറ്റേഴ്സിലേക്ക് എത്താൻ പോവുകയാണ്. ഞാൻ ആക്ച്വലി സറിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. രേഖാചിത്രത്തില് പുഷ്പം എന്ന് പറയുന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്സ്, അതായത് അയ്യോ എനിക്ക് ദേജാവ് പിടിക്കുന്നു. അതായത് ചോദിച്ചിട്ട് അടി കിട്ടും. ഞങ്ങൾ ഇന്നലെ പോലെ തന്നെ ചെയ്തോണ്ടിരിക്കും. എന്നെയല്ലല്ലോ കാണുന്നേ. അപ്പം അതിനകത്ത് കണ്ണടച്ചിട്ടിരുന്ന് അതൊരു ആക്ടിങ് വർക്ക്ഷോപ്പിന് അതൊരു ചെറിയ വർക്ക്ഷോപ്പ് പോലെയായിരുന്നു. പക്ഷെ ഞാൻ കൂടുതലും വർക്ക് ഇല്ലാത്ത സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പ് പോയി ചെയ്യാറുണ്ട്. കുറച്ചൊരു ബോറടിയൊക്കെ മാറ്റാൻ, നമ്മുടെ പ്രോസസ്സിന് ഒരു ഫ്രഷ്നെസ് ഒക്കെ കൊണ്ടുവരാൻ ഞാനിത് യൂഷ്വലി ചെയ്യാറുള്ള പരിപാടിയാണ്. ഇത് ഞാൻ രേഖാചിത്രത്തിന് വേണ്ടി ചെയ്തത് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും ഫെമിലിയർ ആവാത്ത സ്പേസിലായിരുന്നു ആ ക്യാരക്ടർ ഉള്ളത്. അവരുടെ ഫീൽഡും അവരുടെ സ്കിൽ സെറ്റും ഒക്കെ എനിക്ക് ഇല്ലാത്തതാണ്. അപ്പോൾ അതിലേക്കൊന്ന് കയറാൻ, അത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ, ഇത് എൻ്റെ ലെൻസിലൂടെ എനിക്ക് എങ്ങനെ ഫ്രഷ്നെസ് കൊണ്ടുവരാൻ പറ്റും, അത്
എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയായിരുന്നു അത് ഞാൻ സംശയിച്ചോട്ടെ, ആ ഒരു പാക്കറ്റ് വെച്ചിട്ട് തലയൊക്കെ കവർ ചെയ്ത് ചൂല് വെച്ച് അടിച്ച് പ്രാക്ടീസ്, അതൊക്കെ അതിന്റെയൊക്കെ പുറകിൽ എന്തായിരുന്നു? ലൈക്ക് നമുക്ക് ഇത് അറിയില്ല, ലൈക്ക് ഞാൻ ടോട്ടലി ഇത് കാണുമ്പോൾ എനിക്കൊരു കൗതുകം ഉണരുന്നത് അത് നമ്മളത് കാണുമ്പോൾ ഭയങ്കര അബ്സ്ട്രാക്ട് ആയിട്ട് തോന്നും, പക്ഷെ ശരിക്കും നമ്മളത് വർക്ക്ഷോപ്പ് ചെയ്യുമ്പോ അത് ചിലപ്പോൾ ഫിസിക്കലായിട്ടുള്ള കുറച്ച് ഫിസിക്കാലിറ്റി എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, എങ്ങനെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും, അത് എക്സാജറേറ്റ് ചെയ്യണോ അതോ കുറയ്ക്കണോ മിനിമൽ ആക്കണോ, അതിന്റെയൊക്കെ കുറെ മെത്തേഡ്സ് ആണ് അതിനകത്ത് പഠിക്കാൻ പറ്റുന്നത്. റോഷൻ ചേട്ടനും ഇതേപോലെ വളരെ സ്ട്രോങ് തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഓരോരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് അനുസരിച്ചിട്ടാണോ ലൈക്ക് ഇതേപോലെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിലേക്ക് എത്താനായിട്ടുള്ള ഒരു മീറ്റോ? ഒരു ട്രയൽ ആൻഡ് എറർ പരിപാടിയാ ആക്ച്വലി. ഒരു സാധനം നമ്മൾ വായിച്ചു ഒരു സിനിമ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് തോന്നും നോക്കി ഇന്ന പരിപാടികളൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ അതിൽ ചിലത് ചിലപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ട്രൈ ചെയ്യാതിരിക്കാം എന്നുള്ളതും ഒരു മെത്തേഡ് തന്നെയാണല്ലോ. അപ്പോൾ ഓരോന്നിനായിട്ട് ഓരോന്നൊക്കെ ട്രൈ ചെയ്യാം. അപ്പോൾ ഓവർ ദ ടൈം നമ്മൾ ചെയ്തിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ക്യാരി ഓൺ ചെയ്യും, അത് വീണ്ടും വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യും. അല്ലാന്നുള്ളതിന് എപ്പോഴും കുറേയൊക്കെ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറുടെ പ്രോസസ്സുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ പ്രാഥമികമായിട്ട് നമ്മുടെ ജോലി അതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ശരിക്കും അതാണ്. അവർ പറയാൻ ഉദ്ദേശിക്കുന്ന കഥയിൽ അല്ലെ അവരുടെ വിഷന്റെ ഭാഗമാവുക എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ അവരുടെ പ്രോസസ്സായിട്ട് അഡാപ്റ്റ് ചെയ്യണം. പിന്നെ ഇപ്പൊ സരൺ പറഞ്ഞ പോലെ നമുക്കില്ലാത്ത എന്തെങ്കിലും സ്കില്ലുകൾ ക്യാരക്ടറിനുണ്ടെങ്കിൽ അത് ഒന്നെങ്കിൽ പിക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് പരിചിതമാവുക, കൺവിൻസിംഗ് ആയിട്ട് അത് പോർട്രേ ചെയ്യാൻ പറ്റുന്ന രീതിയിലെങ്കിൽ. അങ്ങനെ ടേക്കപ്പ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം ഏത് ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരിക്കും? എന്തായിരിക്കും? ശരിക്കും ഗിറ്റാർ പ്ലേ ചെയ്യാനൊന്നും അറിയത്തില്ല. എന്നാണ്? എനിക്ക് ശരിക്കും ഗിറ്റാർ പ്ലേ ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പൊ നിങ്ങൾ ആനന്ദത്തിൽ ചുമ്മാ ചുമ്മാന്ന് വെച്ചാൽ അത് ഞാൻ പഠിച്ചു. പിന്നെ ഇപ്പൊ കൂടുതൽ ഞാൻ മാൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നത്. അപ്പൊ വെൻ ചായ്മറ്റ് ടോസ്റ്റിൽ അച്യുത് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അച്യുതാണ് എന്നെ മാൻഡലിൻ പ്ലേ ചെയ്യാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ കൂടുതൽ ആ ട്രാക്കുകൾ മാത്രം, ആ പറഞ്ഞെന്നുള്ള പാട്ടും പിന്നെ അതിന്റെ അവസാനം ഞാൻ പാടുന്ന പാട്ടും അത് മാത്രം എനിക്ക് പ്ലേ ചെയ്യാൻ അറിയാം. എനിക്കിപ്പോഴും അറിയാം. ആണല്ലേ? അത് പിന്നെ കണ്ടിന്യൂ ചെയ്തോ ഒരു ഗിറ്റാർ? ഇല്ല, പക്ഷെ അത് ആ സ്പീഡിൽ ഇത് ഡബിൾ സ്പീഡ് ചെയ്യണമായിരുന്നു അവസാനത്തെ പാട്ട്. അത് 48ലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇരട്ടി സ്പീഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ പഠിച്ചതുകൊണ്ട് അത് ഇപ്പോഴും വരും. ഗിറ്റാർ ഇല്ലെങ്കിലും അത് അടിപൊളി. അത് മാത്രം എടുത്തിട്ട് അതുപോലെ സിത്താർ പഠിച്ചു നീല വെളിച്ചത്തിന് വേണ്ടിയിട്ട്. അതും എനിക്ക് ആ ഒരൊറ്റ പാട്ട് മാത്രമേ പ്ലേ ചെയ്യാൻ അറിയുള്ളൂ. പക്ഷെ അത് ഞാൻ പഠിച്ചു. അതെനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇത് ഡയറക്ടേഴ്സ് ആവശ്യപ്പെട്ടിട്ട് ചേട്ടൻ പഠിക്കുന്നതാണോ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും പെർഫെക്ഷൻ? സ്വാഭാവികമായിട്ടും ഡയറക്ടർ നിർബന്ധമായിട്ടും അത് പഠിച്ചിട്ട് വരണമെന്നായിരിക്കില്ല നമ്മുടെ അടുത്ത് പറയുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടാണ് ചെല്ലുന്നതെങ്കിൽ അത് പഠിക്കണ്ടായിരുന്നു എന്നൊരിക്കലും പറയില്ലല്ലോ. നമുക്ക് കംഫർട്ടാണ് ബേസിക്കലി. ഇപ്പോൾ ഒരു ഷോട്ട് വെക്കുക, അതിൽ നമ്മുടെ ഷോട്ടാണെങ്കിൽ മേ ബി അതിന് തൊട്ട് മുമ്പ് അത് അറിയാവുന്ന ആരെങ്കിലും കാണിച്ചു തരും ഇതാണ്. ഇനി അല്ല വേറൊരു മൂവിങ് ഷോട്ടാണ് വെക്കുന്നത്, അത് കുറച്ച് ലെങ്ത് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. നീലവെളിച്ചത്തിൽ ആ ഡാൻസിലൊക്കെ ഞങ്ങൾ സ്റ്റേജിൽ തന്നെ ഇരിക്കുക. അപ്പൊ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്ന സമയത്ത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുത്ത് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് ഈസിയറാണ് ഇത് പഠിച്ചിട്ട് ചെല്ലുന്നത്. അപ്പൊ പിന്നെ നമുക്ക് അവിടെ ഇരുന്ന് ആ മൊമെന്റിൽ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ മുഴുവൻ നേരവും അല്ല ഈ വിരലിനി ഇങ്ങോട്ട് ഇതാണ് ഈ പരിപാടിയിൽ മൈൻഡ് നിൽക്കുന്നത് പുറത്തുനിന്ന് കണ്ടാൽ അറിയാം. അത് ഓഡിയൻസിനും റീഡ് ചെയ്യാൻ പറ്റും. വെറുതെ അല്ലേ ഒരു സാധനം. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കിൽസ് പിക്കപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് അതും നമ്മുടെ ജോലിയുടെ ഏറ്റവും ബെസ്റ്റ് ഭാഗം അതാ. കുറച്ചുനാൾ ഓട്ടോ ഓടിച്ച് നടക്കാം, കുറച്ചുനാൾ സിത്താർ വായിക്കാം, പോലീസുകാരനായിട്ട് നടക്കാം, പോലീസുകാരുടെ കൂടെ വണ്ടി കയറി റോന്തിനോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കുറച്ചുനാൾ സൈക്കോ ആവാം. സൈക്കോ. ഇതാണ് ഞാൻ അടുത്തതായിട്ട് ചോദിക്കാനിരുന്നത്. ഒരു ആക്ടർ ആകുമ്പോൾ പല പല വേഷങ്ങളാണ്, ലൈക്ക് പല പല ജീവിതങ്ങളാണ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നത് നമ്മളെ ഓരോ സിനിമയിലൂടെ നിങ്ങൾ കാണിക്കുമ്പോൾ. ഇപ്പൊ റോന്ത് ഞാൻ കണ്ടിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചേട്ടന്റെ മൂവീസിലെ ഒരു സിനിമയാണ് റോന്ത്. അത് ആ ഒരു നിസ്സഹായനായിട്ടുള്ള ഒരു പോലീസുകാരനെ, അയാളുടെ നിസ്സഹായാവസ്ഥനെ വളരെ പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ചേട്ടൻ ഡെപ്പിക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം പല പല ക്യാരക്ടേഴ്സ് ഡെപ്പിക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പം ഏത് ക്യാരക്ടറാണ് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? പോലീസ് മാൻ ഓർ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ടറിന്റെ ആണോ അതോ ഒരു മ്യൂസിഷ്യന്റെ ആണോ? വിച്ച് വൺ? റിലേറ്റബിലിറ്റി ശരിക്കും ഇപ്പം പോലീസ്മാൻ എന്ന് പറയുന്നതിനകത്ത് ദിന്നാദിന്റെ ജോലി മാത്രമാണ്. അവൻ പോലീസ് ആവണമെന്ന് ആഗ്രഹിച്ച് അവൻ പോലീസ് ആവാൻ വേണ്ടി പറഞ്ഞവനൊന്നും അല്ല. ദിന്നാദിന്റെ ക്യാരക്ടർ ഇസ് വെരി ഡിഫറെന്റ് ഫ്രം ഹിസ് പ്രൊഫഷൻ. അങ്ങനെയാണ് നമ്മൾ ആ സിനിമേനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇത് വർക്ക് ആവുന്നത്. ഇതിനകത്ത് യോഹന്നാനും ദിന്നാദ് എന്ന് പറയുന്ന രണ്ട് ഇൻഡിവിജ്വൽസുമായിട്ട് ആൾക്കാർ കണക്ട് ആവുന്നത്.
അവർ പോലീസ് ആയതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് സിനിമയിലെ ഇവന്റ്സ് ആണ്, അതതിന്റെ പ്ലോട്ടിന്റെ മാത്രം ഭാഗമാണ് ശരിക്കും. അപ്പൊ നമ്മളെപ്പോഴും കണക്ട് ചെയ്യുന്നത് എല്ലാ ക്യാരക്ടറിന്റെയും ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യും അല്ലെ. നമ്മൾ അങ്ങനെ നമുക്ക് ഇതിലേക്കുള്ള ആദ്യത്തെ വാതിൽ തുറക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ പറയുന്ന ഒരു കൊടും സൈക്കോ ആണെങ്കിൽ പോലും എവിടെങ്കിലും ഒരു ആംഗിൾ നമുക്ക് കിട്ടും. നമുക്കുള്ള പെർസെൻറ്റേജിലായിരിക്കില്ല ആ ക്യാരക്ടറിന് ആ ഒരു ട്രെയ്റ്റ് ഉള്ളത്, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയാണല്ലേ ചിന്തിക്കുന്നത്. എനിക്കറിയാം, കാരണം ഞാനും എന്നുള്ള ഒരു ആംഗിൾ എവിടെയെങ്കിലും കിട്ടും. അതിലാണ് നമ്മൾ ആദ്യം കയറി പിടിക്കുന്നത്. എപ്പോഴും ഒരു കോമൺ സാധനം ഉണ്ട്. അല്ലാതെ ഞാനിപ്പോൾ ഒരു സിനിമയിൽ ഒരു വില്ലനാണെന്ന് വിചാരിച്ചിട്ട് ഈ ആൾ ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് ആദ്യമേ ഞാൻ തീരുമാനിച്ചു വെക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ആ ക്യാരക്ടറിലേക്ക് എത്തുന്നത്? അത് ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വർക്ക് ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ആദ്യം മുതലേ ക്യാരക്ടറിനെയൊക്കെ ജഡ്ജ് ചെയ്ത നമുക്ക് പിന്നെ അതൊരു ഫ്ലാറ്റ് വില്ലനായി പോകും. ചുമ്മാ വില്ലത്തരം കാണിക്കാൻ വേണ്ടി. ഇപ്പൊ എല്ലാവർക്കും റീസൺസ് ഉണ്ടല്ലോ, അത് കണ്ടെത്തണം. അത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവും. ആക്ച്വലി പ്രത്യേകിച്ചും ഭയങ്കര നല്ല റൈറ്റിംഗ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ മനസ്സിലാവും. എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും. പിന്നെ അത് അവിടെ ഓരോ മൊമെന്റിൽ കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജോലി. പിന്നെ ഷാഹിയുടെ റൈറ്റിംഗിലൊക്കെ അത് ഓൾറെഡി ഉണ്ട്. അത് കൺവിൻസിംഗ് ആയിട്ട് അവിടെ അവതരിപ്പിച്ചാൽ മാത്രം മതി ശരിക്കും. ഇതിലെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക് ബീങ് എ ജേർണലിസ്റ്റ്, അതിലെ ആ ഒരു ടീസറിൽ തന്നെ ഉണ്ട് ബ്രാൻഡിങ് പറയുമ്പോൾ ഇത്തിരി അസ്വസ്ഥത കാണിക്കുന്ന ഒരു ഇത്. അപ്പം ഇതിലെ ക്യാരക്ടറോ? ഇതിലെ ക്യാരക്ടർ ഞാൻ ആ സമയത്ത് വെച്ചാൽ കുറച്ച് നാളായിട്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും ഓർഡിനറി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു പൊതുവെ. അപ്പോൾ എനിക്കും ഇതൊരു ഈസി ബ്രീസി എന്ന് വെച്ചാൽ ഇത് എളുപ്പത്തിൽ ചെയ്തു എന്നല്ല, പക്ഷെ ഒരു ടെൻഷൻ കുറഞ്ഞ ഈ സിനിമയുടെ ഫീലിംഗ് പോലെ തന്നെ ഒരു ലൈറ്റ്നെസ് ഉണ്ടായിരുന്നു ആ പ്രോസസ്സിന് മൊത്തം. അനീഷ് ഒരു സാധാരണക്കാരനാണ്, വളരെ സാധാരണക്കാരനാണ്. ഈസ് വെരി ഈസി ടു ഫൈൻഡ്. നമ്മളൊന്ന് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അനീഷിനെ പോലുള്ള ആൾക്കാർ ഇഷ്ടംപോലെ നമുക്ക് കിട്ടും. എൻ്റെ പരിചയത്തിൽ, എൻ്റെ സുഹൃത്തു വലയങ്ങളിൽ, എൻ്റെ ലൈഫിലെ പല ഫേസുകളിൽ തന്നെ ഞാൻ പലപ്പോഴും അനീഷായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഭയങ്കര ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അനീഷിൻ്റെ ഈ ഒരു ദിവസത്തെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളത്. അപ്പോൾ ഈ സാധാരണ ജീവിതം ജീവിച്ച് ശീലിച്ച ഒരാൾ ഈ പരിപാടികളൊക്കെ ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നു, ഹീസ് നോട്ട് എക്വിപ്ഡ് ടു ഡീൽ വിത്ത്. അതുകൊണ്ടാണ് ഈ രായണ്ണനും ആനന്ദി എന്ന ചഞ്ചലും ജിയോ ചേട്ടൻ ചെയ്യുന്ന സനൽ എന്ന് പറയുന്ന ക്യാരക്ടർക്ക് അനീഷിന്റെ ലൈഫിലേക്ക് ഇടിച്ചു കളി കയറി വരേണ്ടി വരുന്നത് തന്നെ അതുകൊണ്ടാണ്. ഹീസ് നോട്ട് എക്വിപ്ഡ് ടു ഡീൽ വിത്ത് വാട്ട് ഹാപ്പൻസ് ഇൻ ദി ഫിലിം. ജിയോ ചേട്ടൻ ഇവരുടെയൊക്കെ ക്യാരക്ടറിനെ പറ്റി കേട്ടു, ഇനി സനലിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പറഞ്ഞു തരുമോ? സനല് ഇതാ പറഞ്ഞ ഇപ്പോൾ റോഷൻ പറഞ്ഞ പോലെ ഇവരുടെ ഒരു ദിവസത്തെ ഒരു യാത്രയാണ് സിനിമ. അതിലേക്ക് വന്ന് കയറുന്ന ഒരാളാണ് ഞാൻ. ഒരു ഓട്ടോ ഡ്രൈവറാണ് ഞാൻ. ചെയ്തിട്ടുള്ളതിൽ ഭയങ്കര ആ സമയത്ത് ഭയങ്കര രസമായിട്ടും നല്ലപോലെ ബുദ്ധിമുട്ടി. ഇപ്പോൾ നമ്മൾ അഭിനയിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചല്ലോ, അങ്ങനെ ഭയങ്കര ഈസി ആയിട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചെയ്ത് പോരാവുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല എനിക്ക് ആ കഥാപാത്രം. അത് തിരുവനന്തപുരത്തുള്ള ഒരു ഓട്ടോക്കാരൻ. അയാൾ എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ റൈറ്ററിനും ഡയറക്ടർക്കും ഒക്കെ ഉത്തരങ്ങളുണ്ട് അല്ലേ. ഞാൻ എന്താ ഇവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അല്ലേ. ഞാൻ എല്ലാ ഓട്ടവും കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു ഒരു സമയത്ത് എന്നാൽ ഒരു ചെറിയ ഓട്ടം കിട്ടുന്നു, പോകുന്നു, തുടങ്ങുന്നു. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട്. ഞാൻ കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷേ ഞാൻ ആ സിനിമ എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു ആ ഓൾ പ്രോസസ്സ്. ആ ഒരു സിനിമയിൽ എന്നെപ്പോലെ ഒരാൾ, എന്നെപ്പോലെ മീൻസ് ആ കഥാപാത്രം ആവശ്യമാണ്. അല്ലാതെ വെറുതെ എന്നാൽ കുറച്ച് സമയം ഒരു ഓട്ടോക്കാരൻ അങ്ങനെയല്ലല്ലോ അല്ലേ. നമ്മൾ പണ്ടൊക്കെ സിനിമകളുണ്ടായിരുന്നു, എന്നാൽ ഒരു പാട്ട് അല്ലെങ്കിൽ കുറച്ച് കോമഡി ഇരിക്കട്ടെ, അതായത് പാട്ട് എല്ലാം ആ സിനിമയ്ക്ക് ആവശ്യമുള്ളത് തന്നെ. അപ്പോൾ അത് രസമായിട്ട് വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ചേട്ടൻ ഈ സിനിമയുടെ ബിഹൈൻഡ് ദ ക്യാമറ, അതിന്റെ ഒരു സിനിമയുടെ ഭാഗമായതിനു ശേഷമാണോ ഈ ഒരു വേഷം ഞാൻ ചെയ്യാം എന്ന് ഉറപ്പിച്ചത്, ഓർ ഫസ്റ്റ് ക്യാരക്ടർ ആണോ? ഇല്ല, ഇതിന്റെ ഭാഗമാവുന്ന സമയത്ത് പ്രശാന്തന്റെ അടുത്ത് ഇപ്പൊ നന്ദു ചേട്ടൻ ചെയ്ത ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്തു. ഞാൻ വീഡിയോ എടുത്തിട്ട് പ്രശാന്തന് അയച്ചു കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ എനിക്ക് ഈ സിനിമയുടെ തുടക്കം മുതലേ ഉള്ളതുകൊണ്ട് ഇപ്പം ആനന്ദിലോട്ടൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് എത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്ന സമയത്ത് ആരൊക്കെ ചെയ്യും. നന്ദുചേട്ടൻ കുറച്ച് അവസാനമാണ് വരുന്നത്. അപ്പോൾ നന്ദുചേട്ടൻ വരുമ്പോൾ എനിക്ക് കുറച്ച് സംശയം. ഞാൻ പ്രശാന്ത് ശരിയാവുമോ, കാരണം നന്ദുചേട്ടൻ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ സിനിമ കാണുമ്പോൾ നന്ദുചേട്ടൻ ബെസ്റ്റായിട്ട്, നന്ദുചേട്ടൻ്റെ കരിയർ ബെസ്റ്റാണെന്ന് സിനിമ കാണുന്ന ആൾക്കാർ ഉറപ്പായിട്ടും പറയും. ആനന്ദിനെ സംബന്ധിച്ചും അങ്ങനെ. ആനന്ദിനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആനന്ദിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല പല ആൾക്കാരും നമ്മൾ ട്രൈ ചെയ്തിട്ടാണ് ആനന്ദിൻ്റെ കാസ്റ്റിങ്ങിലോട്ട് വരുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര അപ്പം തന്നെ എനിക്ക് ഓക്കെ ആവുന്ന ഒരാളാണ്. അപ്പോൾ ആനന്ദിൻ്റെയും ഉറപ്പായും ഇവരുടെയൊക്കെ ഒരു സ്ലാങ്ങിലൊക്കെയാണ് അല്ലേ, ഇവരുടെ നാട്ടിലാണ് ഈ സിനിമ, തിരുവനന്തപുരത്ത് നടക്കുന്നൊരു കഥയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരുന്നിരിക്കാം. ഇപ്പം നന്ദുചേട്ടനാണെങ്കിലും ആനന്ദിനാണെങ്കിലും സ്ലാങ് വൈസും അല്ലേ. പിന്നെ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ
ഈ ഭൂമിക എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ സിനിമകൾക്കും. നമുക്കതൊരു എക്സ്ട്രാ സുഖമാണ്. നമുക്ക് നമ്മുടെ സ്ലാങ്ങിൽ തന്നെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ നമ്മള് ജനിച്ചപ്പോൾ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ലാങ്ങിൽ തന്നെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അത് കുറച്ച് ആ ഒരു ഭാഗം ഭയങ്കര ഈസിയാണ് നമുക്ക്. അതിന്റെ ഒരു ഗുണമുണ്ട്. ഇപ്പൊ പൊന്മാനിലും പറഞ്ഞിരിക്കുന്നത് ആ ഒരു തെക്ക് ഭാഗത്തേക്കുള്ള ഒരു സ്ലാങ് അല്ലേ? കൊല്ലമാണ്, അത് കൊല്ലം സ്ലാങ് ആണ്. അത് കുറച്ചും കൂടെ കുറച്ച് ഡിഫറെന്റ് ആണ്. ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. എന്നാലും നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പം ചേട്ടൻ പറഞ്ഞു വന്നത് ഇല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഇതിന്റെ തുടക്കം മുതലേ ഉണ്ട്. ഇതിന്റെ കൂടെ സിനിമയുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് ആദ്യം മുതലേ. ഈ സിനിമ ഇതൊന്ന് സിനിമയായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ പല പല മാർഗങ്ങൾ നോക്കി ഒരു തരത്തിൽ അതങ്ങനെ ഓണായി സംഭവിച്ചു. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇതിന്റെ കൂടെ നിൽക്കാൻ പറ്റിയതിൽ. ചേട്ടന്റെ പേര് കാണുമ്പോഴത്തേക്കും ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ടാകും, ഓക്കെ ഈ ഒരു സിനിമയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ടേക്ക് അവേ ഉണ്ടാകും. ലൈക്ക് കാതലായിക്കോട്ടെ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്ന 2 സിനിമകളാണ്. അതേപോലെ എന്തെങ്കിലും ഒരു മെസ്സേജോ സംതിങ് ഈ സിനിമയിൽ ഉണ്ടാകുമോ, അതോ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണോ? ലൈറ്റ് ഹാർട്ടഡ് സിനിമയാണ്. ഒരു ലവ് സ്റ്റോറിയാണ്. അപ്പോൾ ഇത്തിരി നേരം എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും ആ സിനിമ. നമുക്ക് ആ സിനിമ ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ സിനിമ ചെയ്യണമെന്ന്, ഈ സിനിമയായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ പിന്നിൽ നിന്നാലും ഇല്ലെങ്കിലും പ്രശാന്ത് ഈ സിനിമ സംഭവിക്കട്ടെ എന്ന്, പ്രശാന്തിനെ നമുക്ക് ഈ സിനിമ ഒന്ന് സംഭവിച്ച് കാണാനുള്ളൊരു കൊതിയാണ്. അപ്പം നമ്മളും ഇപ്പം മെസ്സേജ് പറയാനൊന്നും അല്ല നമ്മൾ സിനിമ എടുക്കുക, നമുക്ക് ആ സിനിമ ചെയ്ത് കാണാനുള്ളൊരു കൊതി, ഒരു എക്സൈറ്റ്മെൻറ്റ്, ഈ സിനിമ ചെയ്യണം. അതിൻ്റെ പിന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ അവസാനം സിനിമയാക്കി മാറ്റുന്നത്. ഇപ്പം നമ്മളത് അങ്ങനെ സിനിമയാക്കി മാറ്റി, ഇനി നമ്മൾ ആൾക്കാർ വരണം, കാണണം, ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഈ സിനിമയെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുമെന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന സിനിമയാണ്. ലൈഫിൽ ഒരു പ്രാവശ്യം പ്രേമിക്കുന്നവർക്ക് ഈ സിനിമ കണക്ട് ആവും. ഉറപ്പായിട്ടും കാണുകയും ചെയ്യും, കണക്ട് ആവുകയും ചെയ്യും. കാണണം കേട്ടാ, ഉറപ്പായിട്ടും. അപ്പൊ തന്നെ വാട്സപ്പ് എടുക്കുക, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടുകയൊക്കെ ചെയ്തോളും എന്നാണ്. അത് ഓട്ടോമാറ്റിക്കലി നടന്നോളും. നമുക്ക് എല്ലാവർക്കും ഒരു ഫസ്റ്റ് ലവ് ഇല്ലാത്ത ആരും ഇല്ലല്ലോ. അപ്പം അതിനൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും എന്ന് നമ്മളെല്ലാരും ചിന്തിക്കുമായിരിക്കും അല്ലേ? അതെ. ഈ ട്രിവാൻഡ്രം എന്ന് പറയുന്ന സ്ഥലത്തിന് എന്താണ് ഈ സിനിമയിൽ ഇത്ര പ്രസക്തി ഉള്ളത്? ആ നഗരത്തിൽ നടക്കുന്ന സിനിമയാണ് എങ്കിൽ കൂടി തിരുവനന്തപുരംകാരാണ്. അതൊരു വലിയ ഫാക്ടറാണ്. നമ്മളെല്ലാം ഭയങ്കര ട്രിവാൻഡ്രം ലോബിയാണ്. ആണല്ലേ? കൊച്ചി ബെൽറ്റിനെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുകൊണ്ടുപോകും. ആരും വിളിക്കില്ല, ഇപ്പോഴേ ആരും വിളിക്കില്ല. അല്ല, തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു കഥയാണല്ലോ. അപ്പൊ അതിന്റെ ഈ തിരുവനന്തപുരം എൻ്റെ അടുത്ത് അവരൊക്കെ പറഞ്ഞതും വെച്ച് എനിക്ക് മനസ്സിലായത്, ഈ സിനിമ ഒരു രാത്രി കുറേ പോർഷനുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് നഗരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും സ്ട്രീറ്റ് മറ്റേ ഈ നമ്മളെ ലൈറ്റ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഓഫ് ആവും. ഈ എന്താ പറയുന്ന ട്രാഫിക് ലൈറ്റ്സ് ഒക്കെ. പിന്നെ നമുക്ക് ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കാൻ, ഭയങ്കര കാമാണ്. അപ്പൊ അത് ഇവിടെ ആ ഒരു സമയം ഈ കൊച്ചിയിൽ കൊച്ചി കുറച്ചും കൂടെ ഹാപ്പി, നൈറ്റ് ലൈഫ് ഒക്കെ ഒരുപാടുള്ള ഒരു സിറ്റിയാണ്. നമുക്ക് അത്ര ആയിട്ടില്ല അവിടെ. അപ്പൊ അതിന്റെ ഒരു സൗകര്യം കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ഈ റൈറ്ററും ഡയറക്ടറും എല്ലാം തിരുവനന്തപുരംകാരാണ്. അപ്പൊ അതിന്റെ ഒരു സൗകര്യം. കഥയുടെ ഒരു ആംഗിൾ എന്ന് ആലോചിച്ചാലും ആക്ച്വലി ട്രിവാൻഡ്രം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള സിറ്റിയാണ്. ട്രിവാൻഡ്രത്ത് ചെന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ഹിസ്റ്ററി ഭയങ്കര വിസിബിളാ ഇപ്പോഴും. അവിടെ നമ്മളൊരു ഹോട്ടലിൽ കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് റോഡിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കാണുന്ന കുറേയൊക്കെ ഇത് മറ്റേ പണ്ട് മുതലേ ഉള്ള എല്ലാം പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പൊ ഈ കഥ എന്നുള്ള ബേസിസിലൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഫസ്റ്റ് ലവ് ഗെറ്റ്സ് എ സെക്കൻഡ് ചാൻസ്. പെട്ടെന്ന് ഇന്നത്തെ ഞാൻ എന്റെ പഴയ പ്രണയത്തിലേക്ക് തിരിച്ചു പോവാ, അല്ലെങ്കിൽ തിരിച്ചു പോകാനൊരു ചാൻസ് കിട്ടുകയാണ്. അതിപ്പോ പഴയ പ്രണയം എന്തോ ആയിക്കോട്ടെ, പഴയ ഒരു 10 വർഷം 15 വർഷം മുമ്പ് നടന്ന ഒരു നമ്മുടെ ഫേസ് ഓഫ് ലൈഫിലേക്ക് പെട്ടെന്ന് നമ്മളെ തിരിച്ചിട്ടാല് ഇന്നത്തെ ഞാൻ അവിടെ തിരിച്ചു തന്ന എന്തായിരിക്കും എന്നുള്ളതാണ് എന്നെ ഇതിനകത്ത് ആദ്യം ഹുക്ക് ചെയ്ത എലമെന്റ്. ഈ സ്ക്രിപ്റ്റില് തീമായിട്ട് ആലോചിക്കുമ്പോൾ അതിനും ഭയങ്കര കറക്റ്റാണ് തിരുവനന്തപുരം എന്ന് തോന്നുന്നത്. കാരണം അറ്റ് ദ സെയിം ടൈം ഏറ്റവും പുതിയൊരു റോഡ്, അല്ലെങ്കിൽ ഏറ്റവും പുതിയൊരു ബിൽഡിങ്ങോ പുതിയൊരു വിഷ്വൽ കണ്ണിന്റെ മുമ്പിലുള്ളപ്പം നേരെ പുറകിൽ ഏറ്റവും പഴയത് എന്തെങ്കിലും കൂടെ ഉണ്ടാവും. പണ്ട് മുതലേ നമ്മൾ സിനിമകളിലും അല്ലെങ്കിൽ നമ്മൾ വായിച്ചോ കേട്ടോ അറിഞ്ഞിട്ടുള്ള ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും വിഷ്വൽ എലമെന്റും കൂടെ അവിടെ ഉണ്ടാവും. ആ ഒരു ചാം തിരുവനന്തപുരത്തിന് പണ്ട് മുതലേ ഉണ്ട്. ഇന്നലെ എപ്പോഴും അവിടെ ഉണ്ട്. അതെ അതെ, എനിക്കും തോന്നിയിട്ടുണ്ടോ? അത് ഈ കഥയ്ക്ക് ഭയങ്കര ആപ്റ്റ് ആണെന്ന് തോന്നി. സോ ദാറ്റ്സ് വൈ ട്രിവാൻഡ്രം. ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു ഒരു ഓട്ടോക്കാരനായിട്ട്? ആ ഒരു ലോക്കൽ ഇതൊക്കെ പിടിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലേ? അതൊരു ഡിഫിക്കൽട്ട് ആയിരുന്നു, അതോ അതിനകത്തൊക്കെ കഷ്ടപ്പെട്ട്? ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് ആ തിരുവനന്തപുരത്ത് പോയിട്ട് ആ ഓട്ടോക്കാരനാവുന്നുള്ളതാണ്. എനിക്ക് ഓട്ടോ ഒക്കെ ഞാൻ നേരത്തെ ഓടിക്കും. ഞാൻ ഓട്ടോ ഓടിച്ചിട്ടുള്ള ആളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഓട്ടോ ഒക്കെ എടുത്ത് സവാരിയൊക്കെ പോയിട്ടുണ്ട്.
അപ്പോൾ അവിടെ അത് തിരുവനന്തപുരത്ത് ചെയ്യാന്നുള്ളതാണ് വെല്ലുവിളി. അപ്പോൾ അത് ഇവരെല്ലാം സഹായിച്ചത് കൊണ്ടും ഞാൻ കുറച്ച് എഫേർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ശരി. പിന്നെ തിരുവനന്തപുരം എനിക്കും പേഴ്സണലി ഭയങ്കര, നമുക്ക് IFFK മുതലാണ് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ഭാഗമാകുന്നത്. പിന്നെ എന്താ പറയുക, എന്നെ സംബന്ധിച്ച് ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മൾ കുറച്ച് ഒരു ഹെൽത്തിലൊക്കെ കോൺഷ്യസ് ആകുമ്പോൾ ഞാൻ ഇപ്പോൾ എപ്പോൾ തിരുവനന്തപുരത്ത് പോയാലും എൻ്റെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, കനകക്കുന്ന് കൊട്ടാരത്തിനോടൊപ്പം എക്സസൈസ് ചെയ്യുക, നടക്കാന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ വെജിറ്റബിൾ ജ്യൂസ് കിട്ടും അല്ലേ. കേരളത്തിൽ ഒരിടത്തും ഇപ്പോഴും കിട്ടുന്നില്ല. വെജിറ്റബിൾ ജ്യൂസ് വെജിറ്റബിൾ ജ്യൂസ് കിട്ടും. അത് ആ സമയത്ത് മാത്രം രാവിലെ നടക്കാൻ വരുന്നവർ 9 മണിയൊക്കെ വരെ മുന്നേ തീരും. കുക്കുംബർ, ക്യാരറ്റ്, എല്ലാ സാധനവും ജ്യൂസ് അടിച്ച് നെല്ലിക്ക. അപ്പോൾ അതാണ് എനിക്ക് രാവിലത്തെ തിരുവനന്തപുരം. പിന്നെ നല്ല ചായ കിട്ടും, നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും, നല്ല മനുഷ്യരോട് വർത്താനം പറയാൻ നല്ല രസം അല്ലേ. നമ്മൾ ഇപ്പൊ കൊച്ചിന്നോ കോട്ടയത്ത് നിന്നോ പോയിട്ട് അവിടെ പോയി വർത്താനം പറയുമ്പോൾ ഞാൻ അതൊക്കെയാണ് എൻജോയ് ചെയ്യുന്നത്. ബോളി കിട്ടും, എല്ലാം കിട്ടും, വാതമ്പ് കൂട്ട് കിട്ടും. അല്ല, കണ്ടിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ക്ലീനസ്റ്റ് സിറ്റി ആണ് ട്രിവാൻഡ്രം. അല്ലെ, നമ്മൾ തിരുവനന്തപുരത്തിന് നമ്മൾ എല്ലാ സിറ്റിക്ക് ഇതെല്ലാം ഉണ്ട്. നമ്മൾ അല്ലേ, തിരുവനന്തപുരത്തിനെ കുറച്ച് ഹേറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അല്ലല്ല, അങ്ങനെ മീൻസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. എവിടെ ചെന്നാലും നല്ലതും ചീത്തയൊക്കെ തന്നെയാണ്. നമുക്ക് ഓരോ ടൗണിനോട് ഇഷ്ടപ്പെടാൻ പല പല കാരണങ്ങളുണ്ടാവും അല്ലേ. കൊച്ചി ഇഷ്ടപ്പെടുന്നതിന് കുറെ കാരണങ്ങളുണ്ട്, കോഴിക്കോട് ഇഷ്ടപ്പെടുന്നതിന് കാരണങ്ങളുണ്ട്, തിരുവനന്തപുരം. ജിയോ ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ട്രിവാൻഡ്രത്ത് പോയിട്ട് ബസ് ഇത് ദോണ്ട് ഇറക്കണം അധികം കയറി പോയാൽ എന്ന് പറയില്ലേ. അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ റൂഡായിട്ട് തോന്നും, പെട്ടെന്ന് കേൾക്കും പുറത്തുനിന്ന്. ഇപ്പം നമ്മളടുത്ത് ഒരാൾ വഴി വന്ന് ചോദിക്കുകയാണ്, ഒരു എക്സാമ്പിൾ പറയണം. ഒരാൾ വന്നിട്ട് ചേട്ടാ മറ്റേ ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി ഏതാണ്, അതിനെന്തിന് ഇതുവഴി വന്ന് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ബാക്കിയുള്ള ജില്ലക്കാർക്ക് പെട്ടെന്ന് ഇതെന്ത് ഇങ്ങനെ വയ്ക്കുന്നത്. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അതിന് ഈ വഴിയല്ല വരേണ്ടത്, നിങ്ങൾ ഈ വഴി വന്നാൽ അവിടെ എത്താൻ കുറെ താമസിക്കില്ലേ, അത് ഈ വഴിയല്ല വരേണ്ടത്, അത് അപ്പുറത്തെ വഴിയാണ് പോകേണ്ടത്. അത് ആദ്യം പറയുന്നത് പക്ഷേ ഇങ്ങനെ ആയിരിക്കും, അതിനെന്തിന് ഈ വഴി വന്നതെന്ന് ചോദിക്കും. അപ്പൊ അത് പെട്ടെന്ന് ബാക്കിയുള്ളവർ കേൾക്കുമ്പോൾ അത് റൂഡായിട്ട് തോന്നും. ടോണിന്റെ ഒരു പ്രശ്നമാണത്. അപ്പൊ എന്തായാലും ഇത്തിരി നേരം ലവ് സ്റ്റോറി പ്ലസ് റോഷൻ മാത്യു, ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് കോമ്പിനേഷൻ. അപ്പം അത് തിയേറ്റേഴ്സിലേക്ക് എല്ലാ റോഷൻ മാത്യു ക്രഷസിന് വേണ്ടിട്ട് ഒരു 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കൈക്ക് എന്ത് പറ്റി ചേട്ടാ? എല്ലാരും ആലോചിക്കുന്നുണ്ടോ ഞങ്ങൾ റോഷന്റെ കൈക്ക്? മനസ്സൊക്കെ വളരെ സാഹസികമായ ഒരു സ്റ്റണ്ട് ഷൂട്ടിന്റെ ഇടയിൽ അല്ല, അടുക്കളയിൽ വെച്ചിട്ടുണ്ടായതാണ്. അടുക്കളയിലൊക്കെ കയറി റോഷൻ മാത്യു? പിന്നെ ഞാൻ പൂക്കയാണ്. ഏറ്റവും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന എന്താ? കാപ്പി. മാഗി. അല്ല, ചില ആൾക്കാർ ഉണ്ടാക്കണ കോഫി വളരെ സംഡേ ചേട്ടാ. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും ഇത്തിരി നേരം തിയേറ്റേഴ്സിലേക്ക് വേഗം എത്തുന്നതായിരിക്കും. എല്ലാവരും ഇത്തിരി നേരം പോയിട്ട് ഇത്തിരി നേരം സ്പെൻഡ് ചെയ്ത് തിയേറ്ററിൽ ഇരുന്ന് കാണുക. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇറ്റ്സ് അബൌട്ട് ഫസ്റ്റ് ലവ്. താങ്ക് യു ഫോർ ജോയിനിങ്.